ഇന്നത്തെ സുവിശേഷം ലൂക്ക 2:41 മുതൽ 51 വരെ. ദേവാലയത്തിലെ ബാലനായ യേശു. യേശുവിൻ്റെ ബാല്യകാല സംഭവങ്ങളിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള അതീവ സുന്ദരവും ആഴമേറിയതുമായ വചനഭാഗമാണിത്. 12-ാം വയസ്സിൽ പെസഹ തിരുനാളിനായി ജെറുസലേമിലേക്ക് പോകുന്ന യേശുവിനെയും മടക്കയാത്രയിൽ കാണാതാകുന്ന ബാലനെ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതുമാണ് ഇതിൻ്റെ പശ്ചാത്തലം. തിരക്കിനിടയിൽ യേശുവിനെ കാണാതായപ്പോൾ മറിയവും യൗസേപ്പും അത്യധികം ഉത്കണ്ഠയോടെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചു. കണ്ടെത്താനാവാതെ വന്നപ്പോൾ അവർ ജെറുസലേമിലേക്ക് മടങ്ങുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടെത്തുകയും ചെയ്തു. പലപ്പോഴും ലൗകികമായ തിരക്കുകളിലും കൂട്ടായ്മകളിലും മുഴുകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും യേശു നഷ്ടപ്പെട്ടു പോകാറുണ്ട്. യേശുവിനെ വീണ്ടെടുക്കണമെങ്കിൽ നാം ലോകത്തിൻ്റെ വഴികളിൽ തിരഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും ഇടമായ ദേവാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് തന്നെ മടങ്ങി വരണം. അമ്മയുടെ സങ്കടം നിറഞ്ഞ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. യേശു തൻ്റെ ദൈവിക സ്വത്വത്തെയും ഭൂമിയിലെ തൻ്റെ യഥാർത്ഥ ദൗത്യത്തെയും കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവനായിരുന്നു എന്ന് ഈ ആദ്യ വാക്കുകൾ വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവിക കാര്യങ്ങൾക്കായിരിക്കണം സ്ഥാനം. ലൗകികമായ ബന്ധങ്ങൾക്കും ഉത്തരവാദിത്വങ്ങൾക്കും അപ്പുറം ദൈവികതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. യേശു തൻ്റെ ദൈവിക ദൗത്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയെങ്കിലും അവൻ മാതാപിതാക്കളോടൊപ്പം നസ്രത്തിലേക്ക് മടങ്ങുകയും അവർക്ക് കീഴടങ്ങി ജീവിക്കുകയും ചെയ്തു. മറിയമാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. പ്രപഞ്ചനാഥനായ ദൈവം മനുഷ്യരായ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു എന്നത് വിനയത്തിൻ്റെ വലിയൊരു പാഠമാണ്. കുടുംബ ബന്ധങ്ങളിലെ അനുസരണവും വിനയവും ദൈവികതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് യേശു തൻ്റെ മാതൃകയിലൂടെ കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നസ്രത്തിലെ തിരുക്കുടുംബം നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. മാതാപിതാക്കൾ ദേവാലയ സംസ്കാരത്തിൽ തങ്ങളുടെ മക്കളെ വളർത്താൻ ശ്രദ്ധിച്ചതുകൊണ്ടാണ് യേശു ദേവാലയത്തെ സ്വന്തം പിതാവിൻ്റെ ഭവനമായി കണ്ടത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് നാം നൽകുന്ന മുൻഗണന എന്താണ്? അവരെ ദൈവവഴിയിൽ വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ യേശുവിനെ പോലെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും അനുസരിക്കാനും നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നുണ്ടോ? മറിയത്തെപ്പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും വിശ്വസ്തയോടെ അവ ഹൃദയത്തിൽ സൂക്ഷിക്കാനും വിനയത്തോടെ ജീവിക്കാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, നസ്രത്തിൽ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലൂടെ വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വലിയ പാഠങ്ങൾ നൽകിയതിന് നന്ദി പറയുന്നു. പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലും പരസ്പര വിശ്വസ്തതയിലും നിലനിർത്തണമേ. ആമേൻ.